ഹലോ മക്കളെ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് SSLC പഠനം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. അപ്പം മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ SSLC ലക്ഷ്യ ബാച്ച് നാളെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അത് SSLC ലക്ഷ്യ ബാച്ച് 16th ഏപ്രിലിനായിരിക്കും നമ്മുടെ ആദ്യത്തെ ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റന്നാൾ മുതൽ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാകുന്നതായിരിക്കും. ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക്, ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്തവർക്ക് നാളെ തുടങ്ങുന്ന ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് മറ്റന്നാൾ മുതൽ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി അതല്ല സാർ, എന്നെ കൊണ്ട് പറ്റില്ല, ഇപ്പോൾ വെക്കേഷൻ തന്നെ ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെ മാറ്റി വെച്ചതാണ്, എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റില്ല, ഞാൻ സ്കൂളിലൊക്കെ ക്ലാസ് തുടങ്ങിയിട്ട് ഞാൻ പഠിക്കുന്നുള്ളൂ എന്നാണ് നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് അവസാനം വരെ കണ്ടു നോക്കുക, തീരുമാനം മാറുമോ എന്ന് നോക്കുക. ഇനി ഇല്ല എന്നാണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. നമ്മൾ സ്കൂളിൽ തുടങ്ങുമ്പോഴും നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് തുടങ്ങുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാം, അതിലെ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് അതിൻ്റെ ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. എനിവേ, നാളത്തെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും മക്കളെ, നാളത്തെ ഓറിയൻറ്റേഷൻ ലൈവിലേക്ക് സ്വാഗതം. ഈ ഓറിയൻറ്റേഷൻ ലൈവ് നടക്കാൻ പോകുന്ന യൂട്യൂബ് ചാനലിൽ പബ്ലിക് ആയിട്ടായിരിക്കും. സോ ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ, ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്കും ആ ലൈവിൽ പങ്കെടുക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ബാച്ചിൽ നടക്കാൻ പോകുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ സാർ, അതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ പഠിച്ചാൽ A+ലേക്ക് എത്താൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യാം. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. എന്തിനാണ് ഈ നേരത്തെ തുടങ്ങുന്നത് സാർ? എന്തിനാണ് ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് ചാടിക്കയറി SSLC പഠനമൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം? ഇതിനൊക്കെ ആവശ്യമുണ്ടോ? സിലബസ് തീർക്കണമെങ്കിൽ സ്കൂളിൽ തുടങ്ങിയിട്ട് മെല്ലെ തുടങ്ങിയാൽ പോരെ? മക്കളെ, നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ക്ലിയർ ആയിട്ട് 3 അഡ്വാൻറ്റേജസ് ആയിരിക്കും ഉണ്ടാവുക. 3 അഡ്വാൻറ്റേജസ്. അതിൽ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്തായിരിക്കും മക്കളെ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതിൻ്റെ അർത്ഥം എന്താണ്? സ്കൂൾ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് പഠിച്ച് സിലബസ് ഒക്കെ തീർക്കാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്കൂൾ തുടങ്ങി കഴിയുമ്പോൾ ഉള്ള ഫസ്റ്റ് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി പെട്ടെന്നായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു ദിവസം ഫിസിക്സ് കുറച്ച് പഠിച്ചു, പിന്നെ അടുത്ത ദിവസം കെമിസ്ട്രി കുറച്ച് പഠിച്ചു, അടുത്ത ദിവസം കുറച്ച് മാത്സ് പഠിച്ചു, അങ്ങനെ മെല്ലെ മെല്ലെ ഒന്നും ആയിരിക്കില്ല. സ്കൂൾ തുടങ്ങിയോടെ ഭേ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും. ഫിസിക്സിലെ ഒരു ക്ലാസ് ഒരു ദിവസം തന്നെ, അടുത്ത ദിവസം തന്നെ, അതേ ദിവസം തന്നെ മാത്സിൻ്റെ ക്ലാസ്, കെമിസ്ട്രീൻ്റെ ക്ലാസ്, ബയോളജിയുടെ ക്ലാസ്, സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്, ലാംഗ്വേജിൻ്റെ ക്ലാസ്, അടുത്ത ദിവസവും വീണ്ടും അതിന് ബാക്കി അങ്ങനെ പെടപെടേന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് ചെയ്യുക. പിന്നീട് ഒരു പരാക്രമമായിരിക്കും. ഓണപ്പരീക്ഷ ആകുമ്പോൾ അതിൻ്റെ റിവിഷനും അതിൻ്റെ പഠനവും, സിലബസ് തീർക്കണം, റിവിഷൻ ചെയ്യണം, കുറേ കാര്യങ്ങൾ ചെയ്യണം. ഓണപ്പരീക്ഷ നടക്കുന്നു, പിന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സിലബസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള തത്രപ്പാടിലാവുന്നു. അങ്ങനെ ഒരു യുദ്ധം പോലെ തോന്നുന്നു നിങ്ങൾക്ക് SSLC. പൊതുവെ അങ്ങനെയാണ് തോന്നാറ്. അപ്പം സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർക്കാനൊക്കെ പറ്റും, പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ടൈം ലൈൻ അനുസരിച്ച് കറക്റ്റ് തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് ടൈറ്റായിട്ട് നിങ്ങൾ കുറച്ച് ടെൻഷൻ അടിച്ച് പഠിക്കേണ്ടി വരും. നേരത്തെ തുടങ്ങിയ ആ പ്രശ്നമൊന്നുമില്ല. നേരത്തെ തുടങ്ങിയ എന്താണ്, നിങ്ങൾ നേരത്തെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മെല്ലെ പഠിക്കാം, നമുക്ക് ധൃതിയൊന്നുമില്ല, നമുക്ക് ഓരോ ദിവസം കുറച്ച് പഠിച്ചു പോയാൽ മതി. അപ്പോൾ റിലാക്സ് ചെയ്ത് പഠിക്കണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ നേരത്തെ തുടങ്ങി പഠിച്ചാലേ ആ റിലാക്സ് ചെയ്ത് കറക്റ്റ് ടൈമിന് തീർക്കാൻ പറ്റുള്ളൂ. അത് ഒരു പ്രൂഫും കൂടി ഉണ്ട്. നാളത്തെ ഓറിയൻറ്റേഷനിൽ നിങ്ങളെ കാണിക്കാൻ വെച്ചിരിക്കുന്ന ഒരു സ്ലൈഡാണിത്. അപ്പോൾ നമ്മുടെ നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെന്താണ് ഈ ഒരു ടൈം ടേബിൾ പ്രകാരമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ 3 മാസത്തെ മാത്രമേ കാണിച്ചുള്ളൂ. ഇത് ഫുൾ ഇയറിന് വേണ്ടിയിട്ടുള്ള അക്കാഡമിക് കലണ്ടർ നമ്മൾ ഓൾറെഡി സെറ്റാണ്. അത് നാളെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫിസിക്സിൻ്റെ മക്കളെ നോക്കിക്കേ, മെയ്യിൽ തന്നെ നമ്മളൊരു ചാപ്റ്റർ തീർക്കും, മെല്ലെ പഠിച്ച് തീർക്കും, ഓവർ ധൃതിയൊന്നുമില്ല. ജൂണിൽ നിങ്ങൾ അടുത്ത ചാപ്റ്റർ തീർക്കും, എന്നിട്ട് ജൂലൈ ആകുമ്പോഴത്തേക്ക് 3ാമത്തെ ചാപ്റ്റർ റിലാക്സ് ചെയ്ത് തീർക്കും. സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ആ സമയത്ത് പഠിച്ചു തുടങ്ങിയാൽ നിങ്ങൾ എന്താണ് ചിലപ്പോൾ ഇതൊക്കെ തീർക്കാൻ പറ്റുകയൊക്കെ ചെയ്യും, പക്ഷേ ടൈറ്റായിട്ട് പെട്ടെന്ന് പഠിച്ച് തീർക്കേണ്ടി വരും. ഇത് റിലാക്സ് ചെയ്ത് പഠിക്കാം. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ്. മെല്ലെ പഠിക്കാം, എല്ലാം മനസ്സിലാക്കി സമയമെടുത്ത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലും ഒരു കുഴപ്പമില്ല, മെല്ലെ പഠിക്കാം, നമ്മൾ നേരത്തെ തുടങ്ങിയല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു, കൂടുതൽ അതിനൊരു പറയുന്നില്ല. രണ്ടാമത്തെ കാര്യമാണ് മക്കളെ, പ്രോപ്പർ റിവിഷൻ. നിങ്ങൾ നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നേരത്തെ സിലബസ് തീർക്കും. ഓണപ്പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്താണ്, ഓണപ്പരീക്ഷൻ്റെ ബിഫോർ നിങ്ങൾ അതിൻ്റെ സിലബസ് തീർന്നിട്ടുണ്ടാവും. എന്നിട്ട് ആ സമയം എന്ത് ചെയ്യുക, ആ ഗ്യാപ്പുള്ള സമയം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാം. എന്താ സാർ ഈ പ്രോപ്പർ റിവിഷൻ എന്ന് പറഞ്ഞാൽ? മക്കളെ, പല സമയത്ത് എന്താ സംഭവിക്കുക അറിയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മിക്ക കുട്ടികളും ഓണപ്പരീക്ഷ ആകുമ്പോഴത്തേക്കും സിലബസ് തീർത്തിട്ടുണ്ടാവില്ല. എന്നിട്ട് ആ ഓണപ്പരീക്ഷയുടെ 10 ദിവസം മാരത്തോൺ ക്ലാസ് കണ്ടിട്ടോ അല്ല വൺ ഷോട്ട് ലൈവ് കണ്ടിട്ടായിരിക്കും സിലബസ് തീർക്കുന്നത്. സിലബസ് തീരും, പക്ഷേ റിവിഷൻ ചെയ്യാൻ സമയമില്ല. പഠിച്ച് തീരുന്നുണ്ടാവും, അതായത് മനസ്സിലാക്കി തീരും ഓരോ ക്ലാസ് കണ്ടിട്ട്, പക്ഷേ
അവർ സ്വന്തമായിട്ട് റിവൈസ് ചെയ്യാൻ സമയം കിട്ടാറില്ല. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ ഓണപ്പരീക്ഷയിൽ മാർക്ക് കിട്ടും, കാരണം പരീക്ഷയുടെ തലേന്ന് വരെ ഈ 1 ഷോട്ട് മാരത്തോണും കണ്ടിട്ട് ഓണപ്പരീക്ഷ പോയി എഴുതും, അതൊക്കെ ഓർമ്മ ഉണ്ടാവില്ല, അത് മാർക്ക് കിട്ടും. പക്ഷേ പ്രശ്നം എവിടെ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരീക്ഷയ്ക്ക് മാത്രമേ അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നീട് പബ്ലിക് എക്സാം വരെ ഓർത്ത് വെക്കുന്നുണ്ട്, ആ ഓർമ്മയൊന്നും ഉണ്ടാവില്ല തലയിൽ. കാരണം ആ പരീക്ഷയുടെ തലേ ദിവസം പഠിച്ചു, പരീക്ഷ എഴുതി മാറുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഓണപ്പരീക്ഷ മാർക്ക് കിട്ടുന്നല്ലാണ്ട് പിന്നീട് പബ്ലിക് എക്സാമിന് അത് യൂസ്ഫുൾ ആവാതെ വരും ആ ഒരു പഠനം. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നേരത്തെ തന്നെ സിലബസ് തീർക്കുക. എന്നിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് അത് ഓണപ്പരീക്ഷയ്ക്ക് മാത്രം യൂസ്ഫുൾ ആക്കാനുള്ള രീതിയിലോ അല്ലെങ്കിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാത്രം യൂസ്ഫുൾ ആയ രീതിയിലല്ല, പബ്ലിക് എക്സാമിന് വരെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നിങ്ങൾക്കത് ആക്കിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ റിവിഷന് വേണ്ടി സമയം വേണം. സമയം വേണമെങ്കിൽ എന്ത് ചെയ്യണം? കുറച്ച് നേരത്തെ തുടങ്ങണം. അപ്പോൾ നേരത്തെ തുടങ്ങുന്ന രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് സമയം കിട്ടും. അങ്ങനെ റിവൈസ് ചെയ്താലേ അത് പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. ലാസ്റ്റ് കാര്യം മാക്സിമം മാർക്ക്. ഇതെന്താ സാർ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ? മക്കളെ, ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എന്താണ് മാക്സിമം മാർക്ക്. നമ്മുടെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മിക്ക ആൾക്കാരും ടാർഗറ്റ് A+ലാണല്ലേ, ഫുൾ A+ലേക്കായിരിക്കും. പക്ഷേ അതൊന്നല്ല അതിൻ്റെ ലിമിറ്റ്. നിങ്ങൾക്ക് ഫുൾ മാർക്ക് വരെ നേടിയെടുക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ SSLC പരീക്ഷ എന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് റിലാക്സ്ഡ് ആയിട്ട് മര്യാദക്ക് റിവിഷനൊക്കെ ചെയ്തെത്തണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ് മക്കളെ? ഏറ്റവും നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരിക്കലും ഞാൻ പറയില്ല നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്താലേ ഫുൾ A+ കിട്ടുള്ളൂ എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ ഈ ഒരു അഡ്വാൻറ്റേജസ് കൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതും കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഫുൾ A+ നേടിയെടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ പറയാനുള്ളൂ. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്, നമ്മുടെ ഹോൾ ടീം എക്സൈറ്റഡ് ആണ്. അലൻ സാർ ഉണ്ടാവുന്നതായിരിക്കും, അർച്ചന മിസ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ടാവുന്നതായിരിക്കും നാളത്തെ ലൈവിൽ. നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം. ഇതുവരെ ജോയിൻ ചെയ്യാത്തവരും വന്ന് പങ്കെടുക്കുക. ഒരു രസമായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ ഓറിയൻറ്റേഷൻ ലൈവിൽ പങ്കെടുക്കുക. നാളെ എന്ന് പറയുമ്പോൾ ഏപ്രിൽ 16-ാം തീയതിയാണ്, വൈകുന്നേരമേക്ക് നമ്മുടെ ചാനൽ ലൈവ് ഉണ്ടാകാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടായിരിക്കണം. വിൽ സീ ടുമോറോ. നമുക്ക് അടിച്ചു പൊളിച്ച് എന്ത് ചെയ്യാം, പഠനം സ്റ്റാർട്ട് ചെയ്യാം. A+ലേക്കുള്ള ആ ഒരു ജേർണിയിലെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. നാളെ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.